السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ പ്രിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എനിക്കിവിടെ വിഷയമായി ലഭിച്ചിരിക്കുന്നത് മലബാറിൻ്റെ ഉപരിപഠനം വാക്കൻ ട്രാജഡിയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഉന്നത വിദ്യാഭ്യാസം എന്നത് ഇന്ന് എല്ലാവരെയും സ്വപ്നമാണ്. എന്നാൽ ഈ സ്വപ്നം പലപ്പോഴും ഒരു ഭാരമായി മാറുകയാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിച്ചിട്ടും ഉപരിപഠനത്തിന് വേണ്ടി സീറ്റില്ലാതെ മറ്റു ജോലികളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിദ്യാർത്ഥികൾ ഇറങ്ങേണ്ട അവസ്ഥയാണ്. പല ജില്ലകളിലും സീറ്റില്ലാതെ ഇരിക്കുമ്പോൾ പല ജില്ലകളിലും സീറ്റ് ബാക്കിയാവുകയാണ്. ഇതിനെല്ലാം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. സംസ്ഥാന സർക്കാരിന് ഒരു നിമിഷം ഇതിനെ എന്ത് പരിഹാരമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ ഇതിനെ പരിഹാരം കാണാൻ അത്രയും എളുപ്പമായ ഒരു വിഷയമാണ്. എന്നാൽ ഈ വിഷയം ഇങ്ങനെ ഒരു പ്രതിസന്ധിയായി മുന്നോട്ട് വെക്കുന്നതിൽ അവർ എന്താണ് കാണുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് സീറ്റ് കിട്ടാതെ തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ നാം നിരന്തരം കാണാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ ആ പുതുവർഷ സമയത്ത് മാത്രമായി ഒതുങ്ങുകയാണ്. ഇതിനെ എന്തുകൊണ്ട് ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ല എന്നതാണ് ഇവിടെ അവരുടെ പ്രശ്നം നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാറി മാറി വരുന്ന സർക്കാർ അതിനെതിരെ ഇതും കാണുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഇന്നും നിരന്തരം വേദനയായി കണക്കാക്കപ്പെടുന്നതാണ് ഈ മലബാറിന്റെ ഉപരിപഠനം എന്നുള്ളത്. കാരണം സർക്കാർ മാറി മാറി വന്നിട്ടും അതിൽ ഒരു പരിഹാരവും കാണുന്നില്ല എന്നതാണ് സത്യം. മലപ്പുറത്ത് മാത്രം 3000-ലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് കിട്ടാതെ തെരുവിലിറങ്ങുന്നത്. ഈ 30,000 ആളുകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അവർക്ക് പണം കൊടുത്ത് പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അവർ മറ്റു ജില്ലകളിൽ വരെ പോയി പഠിക്കേണ്ട അവസ്ഥ വരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു നാടുകളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് മറ്റു നാടുകളിലേക്ക് ഇവർ പോയി പഠിക്കേണ്ട സാഹചര്യമാണ് ഇവർക്ക് വരുന്നത്. ഓരോ പുതുവർഷം വരുമ്പോഴും അതിന് എതിരെ പ്രതിഷേധം മുഴങ്ങുന്നു. എന്നാൽ അത് തണുക്കുന്നതോടെ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തണുക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോസോൺ സ്പീച്ച് മലയാളം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ B.